അപ്പോൾ ഇന്ന് അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ കാന്താരി മുളക് ചമ്മന്തി കണ്ടാലോ? ഇന്ന് സൺഡേ ആയിട്ട് സ്പെഷ്യലൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്നുവിനൊരാഗ്രഹം എന്തെങ്കിലും വേണമെന്ന്. നന്നു എന്നാ എടുക്കുക? കാന്താരിയോ? എന്നാത്തിന്? ചോറ് കഴിക്കാൻ കാന്താരിയോ? ചോറിനല്ല, കാന്താരി പഴങ്കഞ്ഞിക്ക. ഉച്ചയ്ക്ക് എന്നാത്തിനാ കാന്താരി? എന്നാ കാണിക്കും കാന്താരി കൊണ്ട്? തൈരില് തൈരുണ്ടോ? പിന്നെങ്ങനെയാ? ഇനിയിപ്പോഴോ? പൂച്ചയായി. അല്ല, നിൻ്റെ ഒരു സ്പെഷ്യൽ കറിയില്ലേ, അത് ചെയ്യേ. ഉള്ളോ? ബാക്കി മൊത്തം പച്ചയായിരുന്നു. ഓക്കെ. എന്നെ ചോറില്ല. എനിക്ക് കാന്താരി വേണം. കാന്താരി കൊണ്ട് എന്നാ ചെയ്യാനാ? അമ്മച്ചിയെ വിളിക്കാം. അമ്മച്ചിയോട് ചോദിക്കേ. അങ്ങനെ അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു കുറച്ചുള്ളിയും പുളിയും കാന്താരി ഉപ്പും എടുത്താൽ അടിപൊളി ഒരു ചമ്മന്തി ആക്കാം. അങ്ങനെ അമ്മച്ചി ഇപ്പോൾ ഞെരടുവാണ്. കൈകൊണ്ട് നല്ലപോലെ ഞെരടണം. അമ്മച്ചിയുടെ സ്പെഷ്യലാണ്. പണ്ടൊക്കെ ഇത് ചെയ്യുന്നത് എന്തോ സംഭവത്തിൽ വെച്ചായിരുന്നു, അടച്ചു അങ്ങനെ ഇവിടെ പറയുന്ന കറക്റ്റ് അറിയത്തില്ല. അങ്ങനെ ഒരു സംഭവത്തിൽ വെച്ച് ഇങ്ങനെ ഞെരടി എടുക്കുമായിരുന്നു. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്കറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇത് നല്ലപോലെ ഞെരടി നല്ലപോലെ കൈകൊണ്ട് തന്നെ ഞെരടണം. ഞാൻ ചോദിച്ചു മിക്സിയിൽ അരക്കട്ടെ, അപ്പം അമ്മച്ചി പറഞ്ഞു ഇല്ല, മിക്സിയിൽ അരച്ചാൽ ഈ ഒരു രുചി കിട്ടത്തില്ല, ഇത് ലാസ്റ്റ് കണ്ടോണമെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് നന്നൂന് ഞെരടണമെന്ന് പറഞ്ഞു. അപ്പോൾ കൈ പുകയിലോ എന്നോർത്ത് ഞാനൊരു പാത്രം എടുത്ത് കൊടുത്തു. പിന്നെ ഞാൻ തന്നെ മേടിച്ച് ചെയ്തു. പിന്നെ നല്ലപോലെ ഞെരടണം, കൈ കൊണ്ട് തന്നെ അത് ശരിയാകത്തുള്ളൂ. പാത്രം കൊണ്ടൊന്ന് നോക്കിയിട്ട് അത്ര ശരിയായില്ല. പിന്നെ എണ്ണ ഒഴിക്കാൻ അമ്മച്ചി പറഞ്ഞു. അപ്പം ഞാൻ എണ്ണ ഒഴിക്കുവാണ്. എണ്ണ ഇച്ചിരി നല്ലപോലെ എണ്ണ ഒഴിക്കണം, കാരണം കാന്താരിയല്ലേ, കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എരിവുണ്ടല്ലോ, അതുകൊണ്ട് നല്ലപോലെ എണ്ണ ഒഴിച്ചു. ഇത് ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലൊക്കെ. എൻ്റെ അത്താടെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്നത്, പക്ഷേ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇവളിപ്പോൾ പെട്ടെന്ന് കാന്താരി ഇങ്ങനെ പറിച്ചപ്പം ഇത് കൊണ്ടുവന്നപ്പോൾ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇവിടെ പഴങ്കഞ്ഞിക്കൊക്കെ ഇത് എടുക്കാറുണ്ടായത്, പക്ഷെ ഞാൻ കഴിക്കാറില്ല. ചമ്മന്തി എങ്ങനെയുണ്ട്?